അങ്ങനെ ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയും കാനഡയും തമ്മിലാണ് മാച്ച് നടക്കുന്നത്. ഇന്നത്തെ മത്സരം ഇന്ത്യക്ക് നിർണായകമല്ല. കളി തോറ്റാലും യാതൊരു കുഴപ്പവുമില്ല. ഇന്ത്യ ഓൾറെഡി സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് ഒരു ചടങ്ങ് മാത്രമാണ്. ഇതുവരെ അവസരം കിട്ടാത്ത യുവതാരങ്ങളെ ഇന്ന് കളിപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ഒരു അവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ രോഹിത് ശർമ്മ സഞ്ജുവിന് അവസരം കൊടുക്കുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് സഞ്ജു ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ കാനഡ മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാനഡ ടീം ഇന്ത്യക്ക് ഒരു എതിരാളിയായിരിക്കില്ല. ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. കാനഡ ചെറിയ ടീമാണ്. പക്ഷേ ന്യൂയോർക്ക് പിച്ചിൽ വലിയ ടീമെന്നോ ചെറിയ ടീമെന്നോ ഇല്ല. ഒരു അട്ടിമറി വെച്ച് നടക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. വിരാട് കോഹ്ലിക്ക് റെസ്റ്റ് കൊടുത്തേക്കും. കോഹ്ലിക്ക് പരിശീലനത്തിൽ പരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സൂപ്പർ 8ലായിരിക്കും ഇനി കോഹ്ലി കളിക്കാൻ പോകുന്നത്. ജയ്സ്വാളിനും സഞ്ജുവിനും ഒരവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. 3 മാച്ച് കളിച്ചു കഴിഞ്ഞു. സഞ്ജുവിനാണെങ്കിൽ സന്നാഹ മത്സരത്തിൽ മാത്രമാണ് ഒന്ന് കളിപ്പിച്ചത്. പിന്നീട് സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലിരുത്തി. ഇന്നത്തെ മാച്ചിൽ സഞ്ജുവിനെ ഇറക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. വെറും സാധ്യത മാത്രമാണ്, ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. പ്ലേയിങ്ങിൽ വന്നാൽ മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കൂ. ഇന്നത്തെ മാച്ചിൽ ഇന്ത്യയുടെ രണ്ടാം നിര ടീം ഇറങ്ങുമെന്ന റിപ്പോർട്ടും കാണാനുണ്ട്. അതായത് സീനിയർ താരങ്ങൾക്ക് റെസ്റ്റ് കൊടുത്ത് ഇതുവരെ അവസരം കിട്ടാത്ത എല്ലാ താരങ്ങളെയും കളിപ്പിച്ചേക്കും. ഒരു പരീക്ഷണം നടത്താനാണ് ഇന്ത്യയുടെ പദ്ധതി. ആരെ ഇറക്കിയില്ലെങ്കിലും സഞ്ജുവിന് ഒരു അവസരം കൊടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. വിരാട് കോഹ്ലി കഴിഞ്ഞ 3 മാച്ചിൽ നിന്ന് ആകെ കൂടി 6 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കോഹ്ലിക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നു. എന്തുകൊണ്ട് സഞ്ജുവിന് മാത്രം സൈഡ് ബെഞ്ചിൽ ഇരുത്തുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, സഞ്ജു, ഋഷഭ് പന്ത്, സൂര്യ, ജയ്സ്വാൾ, പാണ്ഡ്യ, അക്സർ, കുൽദീപ്, ബുംറ, സിറാജ്, അർഷദീപ് സിംഗ്.